നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടിയിട്ട് ജനുവരി 2026 കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. 30 ചോദ്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ട് 30 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ മാർക്ക് കൂടി വന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. KCBയിലെ അഴിമതിയും ക്രമക്കേടുകളും നടത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല റെയ്ഡിൻ്റെ പേര്. KCBയിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല റെയ്ഡിൻ്റെ പേര്. ഉത്തരം കിട്ടിയോ? ഞാൻ ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ശരിയാക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ, രാജസ്ഥാൻ ആണ് ഇതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യവും നിങ്ങൾ ശരിയാക്കി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദേശീയ ഫിഷറീസ് വികസന ബോർഡിൻ്റെ പുതിയ പ്രാദേശിക കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? ദേശീയ ഫിഷറീസ് വികസന ബോർഡിൻ്റെ പുതിയ പ്രാദേശിക കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, തിരുവനന്തപുരം. നാലാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കനൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് പറന്നുയരാം കരുതലോടെ. ഇനി താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങളൊന്ന് നോക്കിയേ. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കനൽ. അത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച ക്യാമ്പയിനാണ് പറന്നുയരാം കരുതലോടെ. ഓടിച്ചാടി കയറി അത് കറക്റ്റാണെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കമ്മീഷൻ ആവിഷ്കരിച്ച ക്യാമ്പയിൻ്റെ പേര് പറന്നുയരാം കരുതലോടെ എന്നല്ല, പറന്നുയരാം കരുത്തോടെ എന്നാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. അപ്പോൾ ഇതിൽ ആൻസർ 1 ശരിയാണ്, 2 തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഓപ്ഷൻസ് ശ്രദ്ധിച്ചോ. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, ജസ്റ്റിസ് സൗമ്യൻ സെൻ ആണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടായിരുന്നു പഠിച്ചത്, ഓർമ്മയില്ലേ? ഹൈക്കോടതി ജഡ്ജി സൗമ്യനായ ഒരു ഹൈക്കോടതി ജസ്റ്റിസാണ് നമുക്കുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട്. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് വായിക്കണം. പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. പ്രസ്താവനകൾ വായിക്കാം. 2026 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. 2026 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത മലയാള ചലച്ചിത്ര താരമാണ് ശ്രീനിവാസൻ. 2026 പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ലഭിച്ച മുൻ കേരള മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ഉത്തരം ഞാൻ പറയട്ടെ. ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായത്. ബാക്കി രണ്ടും തെറ്റാണ് അല്ലേ? 2026 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മലയാള ചലച്ചിത്ര താരം ശ്രീനിവാസൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്, മമ്മൂട്ടിക്കാണ് കിട്ടിയത്. പിന്നെ മരണാനന്തര ബഹുമതിയായി ലഭിച്ച മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എല്ലാവരും ശരിയാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ഏഴാമത്തെ ചോദ്യം. തുടർച്ചയായ 3-ാം വർഷവും ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരം എന്ന നേട്ടം സ്വന്തമാക്കിയത്. തുടർച്ചയായ 3-ാം വർഷവും ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരം എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയേ. ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ബി, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2026 ഹരിവരാസനം പുരസ്കാര ജേതാവ്. 2026 ഹരിവരാസനം പുരസ്കാര ജേതാവ്. ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി, തിരുവിഴ ജയശങ്കറാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 9ാമത്തെ ചോദ്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും നിയമസഹായം നൽകുന്നതിനുമായി കുടുംബശ്രീ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും നിയമസഹായം നൽകുന്നതിനുമായി കുടുംബശ്രീ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. ഓപ്ഷൻസ് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഉത്തരം കിട്ടിയില്ലേ?
ഉത്തരം ഓപ്ഷൻ ബി സ്നേഹിതയാണ്. എന്താണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി സ്നേഹിത. അടുത്ത ചോദ്യം, 2026 ISRO വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹ ദൗത്യത്തിൻ്റെ പേര്. 2026 ISRO വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹ ദൗത്യത്തിൻ്റെ പേര്. ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്, അന്വേഷ. നമ്മൾ പഠിച്ചില്ലേ? ഉത്തരം ഓപ്ഷൻ എ ആണ്, അന്വേഷയാണ് ISRO വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹ ദൗത്യം. 2026 കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 11ാമത്തെ ചോദ്യം, പ്രേം നസീർ ഫൗണ്ടേഷന്റെ സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025-26 പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ആരാണ്? 2025-26 പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിക്കോളൂ നിങ്ങൾ. ഉത്തരം കിട്ടിയോ? ഓക്കെ, ഉത്തരം ഞാൻ പറയുവാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രിയദർശൻ. 2025-26 പ്രേം നസീർ പുരസ്കാരം ലഭിച്ചത് പ്രിയദർശനാണ്. അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ 12ാമത്തെ ചോദ്യം, ലീവ് ഇൻ റിലേഷൻഷിപ്പുകളെ ഗാന്ധർവ വിവാഹമായി പരിഗണിച്ച് സ്ത്രീകൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കണം എന്നടുത്തിടെ നിരീക്ഷിച്ച ഹൈക്കോടതി. ലീവ് ഇൻ റിലേഷൻഷിപ്പുകളെ ഗാന്ധർവ വിവാഹമായി പരിഗണിച്ച് സ്ത്രീകൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കണം എന്ന് അടുത്തിടെ നിരീക്ഷിച്ച ഹൈക്കോടതി. ഓപ്ഷൻസ് കണ്ടോ? ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഞാൻ പറയട്ടെ. ഉത്തരം ഓപ്ഷൻ എ, മദ്രാസ് ഹൈക്കോടതിയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യമാണ്, KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത്. ചോദ്യം ഒന്നുകൂടെ പറയാം. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത്. ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ, മോഹൻലാലാണ്. മോഹൻലാലാണ് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത്. അടുത്ത ചോദ്യം നോക്കാം. 14ാമത്തെ ചോദ്യം, 2026 ജനുവരിയിൽ അരി ഉൽപ്പാദനത്തിൽ ചൈനയെ പിന്തള്ളി ലോകത്ത് ഒന്നാമതെത്തിയ രാജ്യം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. 2026 ജനുവരിയിൽ അരി ഉൽപ്പാദനത്തിൽ ചൈനയെ പിന്തള്ളി ലോകത്ത് ഒന്നാമതെത്തിയ രാജ്യം. ഓപ്ഷൻസ് നോക്കിക്കോളൂ. എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യയാണ്. 2026 ജനുവരിയിൽ അരി ഉൽപ്പാദനത്തിൽ ചൈനയെ പിന്തള്ളി ലോകത്ത് ഒന്നാമതെത്തിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യമാണ്. 5ാമത്തെ ചോദ്യം, വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ രഹസ്യ സൈനിക നീക്കം. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടുന്നതിനായി 2026 ജനുവരിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ രഹസ്യ സൈനിക നീക്കം. ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ബി, ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഓപ്ഷൻ ബി, ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. 2026 ജനുവരി 2-ന് 149ാം ജയന്തി ആഘോഷിച്ച നവോത്ഥാന നായകൻ. 2026 ജനുവരി 2-ന് 149ാം ജയന്തി ആഘോഷിച്ച നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻസ് കണ്ടില്ലേ? ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് 2026 ജനുവരി 2-ന് 149ാം ജയന്തി ആഘോഷിച്ച നവോത്ഥാന നായകൻ. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. കുശാവതി എന്ന നദിയുടെ പേരിൽ പുതിയ ജില്ല രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം. കുശാവതി എന്ന നദിയുടെ പേരിൽ പുതിയ ജില്ല രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ബി, ഗോവയാണ്. കുശാവതി എന്ന നദിയുടെ പേരിൽ പുതിയ ജില്ല രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഗോവയിലെ 3ാമത്തെ ജില്ലയാണ് കുശാവതി. അടുത്ത ചോദ്യം നോക്കാം. 18ാമത്തെ ചോദ്യം, യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ പ്രാബല്യത്തിൽ വന്ന 21ാമത് രാജ്യം. ചോദ്യം ഒന്നുകൂടെ പറയാം. യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ പ്രാബല്യത്തിൽ വന്ന 21ാമത് രാജ്യം. ഉത്തരം ഓപ്ഷൻ എ, ബൾഗേറിയ. ബൾഗേറിയയാണ് യൂറോ പ്രാബല്യത്തിൽ വന്ന 21ാമത്തെ രാജ്യം. അടുത്തത് 19ാമത്തെ ചോദ്യമാണ്. ഡിമെൻഷ്യ, അൽഷിമേഴ്സ് രോഗങ്ങളെ നേരത്തെ കണ്ടെത്തുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി. ഡിമെൻഷ്യ, അൽഷിമേഴ്സ് രോഗങ്ങളെ നേരത്തെ കണ്ടെത്തുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി. ഉത്തരം ഓർമ്മയുണ്ടോ? പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ബി, ഓർമ്മത്തോണിയാണ്. ഓർമ്മത്തോണിയാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി. 1-2 ക്വസ്റ്റ്യനൊക്കെ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ആരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അടുത്ത മോക്ക് ടെസ്റ്റിൽ ഫുൾ മാർക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല ഏതാണ്? ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ബി, കണ്ണൂരാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂർ ജില്ല.
21ാമത്തെ ചോദ്യം നോക്കിക്കോ. കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്നേഹം. സ്നേഹമാണ്, മാറിപ്പോകരുത്. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യമാണ്. 2026 ജനുവരിയിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള ആർത്തവകാല ആരോഗ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു അനുച്ഛേദത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. 2026 ജനുവരിയിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള ആർത്തവകാല ആരോഗ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദത്തിന്റെ ഭാഗമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 21 ആണ്. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്. തന്നിരിക്കുന്ന പ്രസ്താവന വിലയിരുത്തുക. വളരെ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നത്തിന്റെ പേരാണ് ഉദയ്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ്, UIDAI എന്ന പേരുമായി ചേർന്ന് വരുന്നതിനാണ് ഉദയ് എന്ന പേര് നൽകിയത്. പേരെന്നാണ്, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആധാറിന്റെ പുതിയ ഭാഗ്യചിഹ്നത്തിന്റെ പേരാണ് ഉദയ്. UIDAI എന്ന പേരുമായി ചേർന്ന് വരുന്നതിനാലാണ് ഉദയ് എന്ന പേര് നൽകിയത്. അപ്പോൾ ഇത് രണ്ടും ശരിയാണല്ലേ? അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി, എല്ലാം ശരിയാണ്. അതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 24ാമത്തെ ചോദ്യമാണ്. വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അക്ഷരം ആരോഗ്യം എന്ന കേരള സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൻ്റെ ലക്ഷ്യം പൊതുവിദ്യാലയത്തിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനമാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയാണ്. 2, കേരളത്തിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. നിങ്ങൾക്കിതിൻ്റെ ഉത്തരം കിട്ടിയോ? ഇതിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനമാണ്. എന്തിൻ്റെ ലക്ഷ്യം? അക്ഷരം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം. പിന്നെ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത്. കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് 1ഉം 3ഉം ശരിയാണ് എന്നതാണ്. കിട്ടിയില്ലേ? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25ാമത്തെ ചോദ്യമാണ്. 2026 ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്ന സിവിൽ നിയമപ്രകാരം പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഗൾഫ് രാജ്യം. 2026 ജനുവരിയിൽ സിവിൽ നിയമപ്രകാരം പ്രായപൂർത്തിയാകാനുള്ള വയസ്സ് 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഗൾഫ് രാജ്യം. ഓപ്ഷൻസ് നോക്കിക്കോളൂ. ഉത്തരം ഞാൻ പറയട്ടെ. ഉത്തരം ഓപ്ഷൻ എ, UAE ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, UAE. 26ാമത്തെ ചോദ്യം. 2026 ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. 2026 ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയോ? ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ സി, ശ്രീനിവാസനാണ്. 27ാമത്തെ ചോദ്യം. വിശ്വസാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണയ്ക്കായി ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരക സമുച്ചയത്തിൻ്റെ പേരെന്ത്? വിശ്വസാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മരണയ്ക്കായി ബേപ്പൂരിൽ നിർമ്മിക്കുന്ന സ്മാരക സമുച്ചയത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആകാശ മിഠായി. അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യമാണ്. ആധികാരികത, അഭിവൃദ്ധി, കൂട്ടായ്മ എന്നീ ആശയങ്ങൾ മുൻനിർത്തി ഫോർച്യൂണ വേവ് എന്ന പേരിൽ പുതിയ ലോഗോയും ബ്രാൻഡ് നയവും അവതരിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ആധികാരികത, അഭിവൃദ്ധി, കൂട്ടായ്മ എന്നീ ആശയങ്ങൾ മുൻനിർത്തി ഫോർച്യൂണ വേവ് എന്ന പേരിൽ പുതിയ ലോഗോയും ബ്രാൻഡ് നയവും അവതരിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫെഡറൽ ബാങ്ക് ആണ്. അടുത്തത് 29ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സൂക്ഷ്മാണുവിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സൂക്ഷ്മാണുവിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കേരളം. നമ്മുടെ ലാസ്റ്റ് ചോദ്യം 30ാമത്തെ ചോദ്യമാണ്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ തിരികെ കൊണ്ടുവരുന്നതിനും മികച്ച തൊഴിൽ അവസരങ്ങൾ നൽകുന്നതിനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിൻ. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ തിരികെ കൊണ്ടുവരുന്നതിനും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നതിനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തിരികെ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 30 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ മോക്ക് ടെക്സ്റ്റ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യണേ. താങ്ക്